അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല സന്ദർഭങ്ങളിലായി വിലപ്പെട്ട പല സാധനങ്ങളും നഷ്ടപ്പെടാറുണ്ട്. ചിലപ്പോൾ വിലപിടിപ്പുള്ളതാകാം, മറ്റു ചിലപ്പോൾ നമുക്ക് അത് നഷ്ടപ്പെടുന്നത് തിരിച്ചു കിട്ടാതെ വരുന്ന സമയത്ത് വളരെ പ്രയാസകരമായ ഒരവസ്ഥ നമ്മുടെ മനസ്സിനെ അലട്ടുന്നുണ്ടാകാം. എങ്ങനെയായാലും നഷ്ടപ്പെട്ട ഒരു വസ്തു നമുക്ക് കിട്ടണമെങ്കിൽ നാം പതിവാക്കേണ്ട, നഷ്ടപ്പെട്ടതെന്നാണോ അന്ന് മുതൽ അത് കിട്ടുന്നതുവരെ മനസ്സിൽ നല്ല നിയ്യത്തോടുകൂടെ യാ ഖാലിഖു യാ അല്ലാ എന്ന ചെറിയ ഇസ്മിനെ ഒരാൾ 5000 തവണ ഓതുകയാണ് എങ്കിൽ അവരുടെ നഷ്ടപ്പെട്ട സാധനം എന്താവട്ടെ, ചിലപ്പോൾ പൈസയാകാം, ചിലപ്പോൾ വിലപിടിപ്പുള്ള കാർഡുകളാകാം, സ്വർണമാകാം, അങ്ങനെ തുടങ്ങി വിലമതിക്കാനാവാത്ത പല വസ്തുക്കളും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ലഭിക്കാനുള്ളൊരു മാർഗമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാനായ സുഹ്റവർദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുകളിലൂടെയൊക്കെ പറയുന്നത്, യാ ഖാലിഖു യാ അല്ലാ എന്ന ഇസ്മിനെ 5000 തവണ ആരെങ്കിലും പതിവാക്കിയാൽ നഷ്ടപ്പെട്ട വസ്തു നമ്മിലേക്ക് വന്ന് അത് കിട്ടാനുള്ള വഴി അള്ളാഹു തെളിയിച്ചു തരുന്നതാണ്. അതുപോലെ പ്രവാസത്തിൻ്റെ ഇടയിൽ പല വിഷമഘട്ടങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് നല്ലൊരു റാഹത്തുള്ള സലാമത്തുള്ള ജീവിതം നയിക്കാൻ, പ്രയാസങ്ങളിൽ നിന്ന് കരകയറാൻ, അനീതിയായിക്കൊണ്ട് ആക്രമിക്കപ്പെട്ട ആളുകളെ നാട്ടിലേക്ക് സുരക്ഷിതമായി എത്തിക്കാനൊക്കെ വളരെ ഉപകാരമുള്ള ദിക്റാണ് യാ ഖാലിഖു യാ അല്ലാ എന്നുള്ളത്. അത് നാം പതിവാക്കുകയാണെങ്കിൽ, 5000 തവണ നാം ചൊല്ലി തീർക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരു വിജയമുണ്ടാകും എന്ന് മഹാന്മാർ ഉദ്ധരിക്കുന്നു. അതിൽപ്പെട്ട പ്രമുഖനാണ് മഹാനായ സുഹ്റവർദി ഇമാം റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ഉദ്ധരണിയിൽ നിന്ന് നമുക്ക് കാണാം. എല്ലാവരും പതിവാക്കുക. ജീവിതത്തിൽ നമുക്ക് അമൂല്യമായ എല്ലാ കാര്യങ്ങളും, എല്ലാത്തിലും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.